ये नहीं कि बैग उसके पास दे दूं, बैग में तो बनेगा नहीं उसका। और खुद ही उठ गया। इसके भाई है तो मुझे दिख रहा है। കൊടുക്കുന്നതും എന്റെ കയ്യിൽ നിന്ന് ബലമായിട്ട് പിടിച്ചു വാങ്ങുന്നതും തമ്മിൽ there's a lot of difference. മനസ്സിലായി നീയായിട്ട് നിങ്ങൾക്ക് ശരിക്കും ക്ലാരിറ്റി വേണം, എന്നിട്ട് മുന്നോട്ട് നീങ്ങിയാൽ മതി. ഓക്കെ, അതാണ് അതിന്റെ ശരി. പിന്നീട് രണ്ടുപേർക്കും മാറ്റി പറയാൻ സാധിക്കില്ലല്ലോ. ഈ ബി ലെവൽ എംപ്ലോയി ആയിട്ടുള്ള ഓർഡർ കൈ കിട്ടിയിട്ട് എനിക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ അതിനൊരു മാസം സമയമെടുക്കും. ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്റെ വീട്ടുകാരെ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ. അച്ഛനും അമ്മയും മുത്തശ്ശി അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം ഞങ്ങളുടെയാണ്. अच्छा अपने साथ ले जाना चाहता ना उसको। ഞാൻ പോകുന്നൊരു പെൺകുട്ടിയായിട്ടല്ല ഞാൻ മാഡത്തിനോട് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്, എന്റെ ഭാര്യയായിട്ട്. बोल दिया उसने। ये डिमांड है इसकी। ബാക്കിയെല്ലാം മാഡത്തിന്റെ കയ്യിലാ. എന്റെ അമ്മയും മുത്തശ്ശിയും പാവങ്ങളാ. അല്പം സ്നേഹത്തോടെ പെരുമാറിയ അവരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവര് ഡിവോഴ്സിന് സമ്മതിക്കോ? എന്റെയും മാഡത്തിന്റെയും കാര്യം കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാൽ ഏത് അച്ഛനമ്മമാരും ഡൈവോഴ്സിന് സമ്മതിക്കും, അല്ലേ മാഡം? നമ്മൾ ട്രെയിനിനാണ് പോകുന്നത്. ഹലോ, ഞാൻ തീരുമാനിക്കുന്നത് ट्रेन से ले जाना चाहता। इसका क्या है मोटिव, मेरे को समझ नहीं आया उसको क्यों ले जाना चाहता अपने यहाँ। ഈ സ്വഭാവമായിട്ടാണ് അങ്ങോട്ട് ചെല്ലുമെങ്കിൽ എങ്ങനെ എന്റെ അമ്മയ്ക്ക് മാഡത്തിന് ഇഷ്ടാവുക? ഈ നിമിഷം മുതൽ മാഡം എന്റെ ബോസ്. അതുകൊണ്ട് മാഡം ഒരു സാരി കൊടുത്തിട്ടായിരിക്കണം അവരുടെ മുമ്പിൽ ചെല്ലേണ്ടത്. साड़ी पहनने के लिए बोल रहा, क्या क्या करवा रहा उससे? ഈ വേലി തീർത്തുകൊണ്ടാണ് നമ്മുടെ ഈ യാത്ര. ആ വേലി വയ്യാവേലി ആവാതിരുന്നാ മതി. അതിനാര് നിൽക്കുക നാട്ടില്? എനിക്ക് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിൽ സെറ്റിൽ ചെയ്യാനാ ഇഷ്ടം. वो तो यूरोप में सेटल होना चाहता है ना। उसी का बोला हुआ कर रहा ना वो, मैथ्यू ने बताया उसको। മാഡത്തിനെ ഭാര്യയാക്കി നാട്ടിൽ കൊണ്ടിട്ട് എനിക്കൊരു കാര്യമുണ്ട്. മനസ്സിലായി കള്ളാ, നീ ഒരു ഭാഗ്യവാനാടാ. അതൊന്നും അല്ല. പിന്നെ ഇത് വല്ലതും നടക്കൂ? അണ്ണൻ കരുതുന്ന പോലെ ഞാനത്ര പാവമൊന്നുമല്ല. നാട്ടിൽ ചെന്ന ഇവളെന്റെ തനി പോക കൂതറയാന്ന്. എന്തേ? അല്ല, അഞ്ചരയായിട്ടും അവരിതുവരെ ആ ചെറ്റത്തരം ഞാനും ചെയ്യില്ല. എനിക്ക് അമ്മയമ്മങ്ങളെ കൊള്ളതാ. പിന്നെ ഈ പീഡന കേസിലെ പ്രതികളൊന്നും അമ്മയും പെങ്ങന്മാരില്ലാത്തവർ. आगे ഇത് नहीं आयो साड़ी पहन के। സാരി കൊടുത്ത് വരണോന്ന് വന്നിട്ട് साड़ी पहनने അതെ, നിന്റെ വീട്ടുകാരൊന്നും എന്താ വിളിച്ചേ? മനുവേട്ടൻ. എടാ, നീ സൂക്ഷിക്കണം, ഇവളൊരും ഇവളവിടെ പെറ്റി കിടക്കാനുള്ള പരിപാടിയാ. എന്താണത്? എന്റെ പെട്ടികളാണ് ഏട്ടാ. ഇത്രയും പെട്ടികളൊന്നും कितना सारा सामान एक दिन के लिए। ഇല്ല, എന്റെ പെട്ടികൾ എടുക്കാൻ എനിക്കറിയാം. എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട. ഓ ആണോ? എന്നാ വരും, വരിക. കണ സംസാരിച്ച് ആ ശവത്തിന്റെ മനസ്സങ്ങനെ മാറേണ്ടല്ലോ. എല്ലാ പണിയും പാടും. അതി ട്രെയിൻ നല്ല വിളിച്ച് നീ പോയി കയറ. चल रहा है ट्रेन है तो कुछ हो रहा है। मुंबई टू कन्याकुमारी। कहाँ? केरला रहता ना वो? केरला में पहुंच गई। सारे बैग खुद ही ले जा रही है। ഏതാ സ്ഥലം? ചേർത്തല. ചേർത്തലയോ? ചേർത്തല. ആലപ്പുഴ. എനിക്കൊന്നും കഴിക്കണം. भूख लगी बेचारी को। इडली डोसा चम्मच सांभर चिकन कैसे फोटो लगाता है। तो रुक ही नहीं रहा है। സവാളയുടെ സുഖം മേൽപ്പുറത്തെ കടികളൊന്നും ഇവിടെ ഇല്ല. ये एक सांस में मेन्यू बोल दिया। അങ്ങനെയുള്ള ചീപ്പ് ഐറ്റംസ് ഒന്നും നമ്മൾ ഉണ്ടാക്കി मेन्यू है नहीं। वही मेन्यू है। कैसे कर रहा हूँ? മുട്ടക്കറി ഉണ്ട്. എനിക്ക് പുട്ടും കടലേ മതി. ചേച്ചിക്ക് എന്താ വേണ്ടത്? The other one. कोई है नहीं वहाँ बैठा हुआ। छी कैसे कुछ नहीं कर रहा हो। मक्खियाँ मक्खियाँ बैठी हाँ।
और उन्हीं हाथों से छींची उसके नाखून भी इतने गंदे हो रखे हैं। ഇവിടുത്തെ ആൾക്കാർക്ക് വിളമ്പുന്നേ ഇത് ഞാൻ വളർത്തുന്ന ഈച്ചയൊന്നുമല്ല, അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞ ഈച്ച അനുസരിക്കാൻ തന്റെ കൈയൊന്ന് കാണിക്കാൻ. എന്താ കുഴപ്പം? നല്ല സൂപ്പർ കൈയാണല്ലോ. ചേച്ചി കൈ നോക്കാൻ അറിയാം. गंदे हो रखे ओ തന്നെ പ്രശ്നം. ആരും കഴിക്കാറ് छी 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 कर भी नहीं सामने था भाग गया हुई। तभी तो कोई बैठ नहीं लगा। ഇതെന്താണിത്, മീൻ വിലയാ? साड़ी भी नहीं पहनने आए उसको। സാരി ഉടുക്കാൻ അറിഞ്ഞൂടെ? ബോസ് ആണത്രേ, ബോസ്. ऐसे पहन लिया उसने बस फॉर्मेलिटी के लिए। खुद कहाँ जा रहा है? തല പിടിച്ച് പൊളിക്കും. किसमें बैठे? अच्छा रिक्शा में हो। पहुंच गए क्या? 150. 150? അതെ 150. 150 रुपये അപ്പൊ मांगा। ഇതെനിക്ക് കിട്ടില്ല? എന്താണോ അല്ല അതെ എന്റെ ചേട്ടാ, ഞങ്ങളുടെ ഷോക്ക് അബ്സർവർ ലെവലായി. അതിന് ഞാൻ ചെയ്യാനാ, ഈ വഴി ഇങ്ങനെ നല്ലിപ്പുളിയായി കിടക്കുന്ന എന്റെ കുഴപ്പമാണോ? അത് ശരി. മറ്റവന്മാര് ഭരിക്കുന്ന റോഡ് ഇങ്ങനെ തന്നെ കിടക്കുന്നുണ്ടല്ലോ. ക്ഷമിക്കണം, ഞാനിത് പത്രത്തിൽ വായിച്ചത് പറഞ്ഞതാ. അതെ, തന്നെ പോലുള്ള ബൂർഷുകൾ വായിക്കും. ഒളിച്ചെടുക്കണം. कैसे की शुरू? ചേട്ടാ കണ്ടാൽ അറിഞ്ഞൂടെ? ഒരുമാതിരി ബൂർഷുകളുടെ ധാർഷ്ട്യം ഞങ്ങളുടെ അടുത്ത് കാണിക്കരുത്. തലകൾ പോയാൽ ഞങ്ങൾക്ക് ഒരു മടിയില്ല, അറിയാലോ. जब बोट से जाएंगे काफी दूर है वहाँ तो। हाँ नहीं पकड़ेगी उसका हाथ। कब थोड़ी हो ബോട്ടിനകത്തുനിന്ന് इतने सारे बैग ले जाने की क्या जरूरत है उसको? तीन तीन बैग, बैग लेके आ रही है। एक गले में, दो हाथ पे। पैदल ही अच्छा जाना 2 किलोमीटर और है। രണ്ട് വളവ് കഴിഞ്ഞ അവിടെ എത്തുന്നു. അതെ, ഓരോ കിലോമീറ്റർ കഴിയുമ്പോ ഓരോ വളവുണ്ട്. പെട്ടിയെല്ലാം ചുവന്നോണ്ട് നടക്കും. टैक्सी में ले आ रही है। ദൈവമേ, ഏത് നേരത്താണാവോ ഈ കാട്ടുജാതിക്കാരനോട് ഇറങ്ങിപ്പോരാൻ തോന്നിയത്? അല്ല അത് വഴിയല്ല, ഇത് വഴി. अपना पाएगी वो पीछे है। और दूसरे रास्ते ओ आगे उसके पीछे। Wow, it's really beautiful. ഇതൊക്കെ എന്ത് beauty. सुंदर कितना जगह, सुंदर है। कितनी खूबसूरत जगह है। हाँ എന്റെ റെസ്പോൺസിബിലിറ്റി. അതൊക്കെ അങ്ങ് ഓസ്ട്രേലിയയിൽ. हाँ കാര്യമായ ऑस्ट्रेलिया में चलता है ये सब। ഇരാളിയെ പോലെ ഇതാ ഇങ്ങനെ നടക്കണം. Come on, follow me. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാ നിൽക്കും. तो कैसे घुमा रहा अपना बैग? अब कैसे जाएगी? अब टॉर्चर कर रहा है जैसे वो नहीं करते थे टॉर्चर। ഇതിനൊരു നാണല്ലേ? हाँ इसे भाग क्यों रही है? क्या देख लिया उसने? कैसे देख रहा उसको? अच्छा इनको देख कैसे रास्ते ना वहाँ छोटे छोटे, वो कैसे जाएंगे उस पे? वो चलेगी आराम से। हाथ भी नहीं दे रही। हाँ, अब बदला लेगा फिर से। ये नहीं बैग उसके पास दे दूं, बैग में तो बनेगा नहीं उसका। ओ गिर गई। कैसा हंस रहा? उसको मजा आ रहा है उसको परेशान करने में। उसने भी गिरा दिया उसने। उसको गिरा वो भी कम थोड़ी है, ഇപ്പൊ കാര്യം വല്ലാണ്ട് വളർന്നു തോന്നുന്നു. ये तो चल ही रहे हैं। Oh my god. अच्छा अच्छा ये सब वाह, कितना अच्छा घर है। No, my father is rich. अच्छा ये इसके पापा हैं, ये इसकी मम्मी। इनके इसके घर वालों को पता चलेगा इसने शादी कर दी। രാവിലെ
रन हो जाएंगे चंपकुളത്തെ तो जैसे में बोलता है कि मेरे घर में प्रॉब्लम है, അശോകനോട് വണ്ടി എടുക്കും. हाँ वही तो। इसके पापा तो अमीर हैं। हाँ पता है ऐसे क्या बोला उसने? ഞാൻ ജനിക്കാൻ ലേറ്റ് ആയി പോയില്ലേ, ഒരു 3 വർഷം. उसकी मम्मी खुश होगी. कैसे खुश हो रही? അമ്മേ ഞാൻ അമ്മേ, അല്ല പ്രിയേ, ഇതാണ് എന്റെ അമ്മ. ഇതിലാരാ? पैरों में। पैर छूने के लिए बोल रहा है. വതിരിപ്പുള്ള കുട്ടി. उसकी साड़ी निकल रही है. हाँ। ओ चलेगी वापस? എല്ലാം കൈ बुरा लग गया उसकी मम्मी को. साड़ी ഇപ്പൊ മനസ്സിലായില്ലേ? അതെ നമ്മുടെ മോൻ വന്നിരിക്കുന്നു. है, इसके पापा को फर्क नहीं पड़ रहा. അവന്റെ കല്യാണം കഴിഞ്ഞെന്ന്. रिएक्ट नहीं कर रहे? സാരി കണ്ടുപിടിച്ചവനെ തല്ലി बोल भी कैसे रहा है? പെണ്ണായിട്ട് കണ്ടോട്ടെന്ന് എഴുതി പറഞ്ഞു പോയി. और खुद ही उठ गया। उसके भाई है ना. मुझे क्या दिख रहा है? നന്നാവൊന്നുമില്ലെന്നേ. എന്തായാലും സൂപ്പർ സെലക്ഷൻ ആണ്. ये क्या कर रहा है? साड़ी खुद पहना। अरे सिखा रहा हूँ उसे कैसे पहननी है. अच्छा सिखा रहे उसको? हाँ, इतना टाइम देखो खुद पहन ली उसने. इतना टाइम थोड़ी वो कौन आया कौन इसमें? आ गया? ये कार किसकी है? अच्छा उसने उसको बोला था कि वहाँ गाड़ी नहीं जाती है। हाँ, അവന്റെ ഒരു കാര്യത്തിൽ ഇടപെടില്ലെന്ന് ഞാൻ കോലൊടിച്ചിട്ടതാ. ഇനി അതിനൊരു മാറ്റവും ഇല്ല. അവൻ നമ്മുടെ ഒരേ ഒരു ആൺതെ. ഞാൻ ചെല്ലുമ്പോ പനംകുളി ചേച്ചിയുടെ സാരി വിളിച്ചൂരുമായിരുന്നു. ഇനി ഞാൻ എന്തെല്ലാം കാണുമോ? इसके पापा ऐसे क्यों है? वो तो उससे मिल भी नहीं रहे. देख लिया उसकी मम्मी. അമ്മ പ്രിയ ആദ്യമായിട്ട് കുട്ടനാട്ടില് അപ്പൊ ഈ പ്രകൃതി ഭംഗി മാറാനെന്ന് അത്തേക്ക് എന്നെ വിശ്വസിച്ചിറങ്ങി വന്ന പാവം കുട്ടിയല്ല അമ്മ. ഇങ്ങനെ ഒരു അവസ്ഥ कैसे इमोशनल വഴി മാറിയിട്ടുണ്ട്. അകത്തേക്ക് കയറിയ പിന്നെ പുറത്തേക്ക് ഇറങ്ങല്ലേ. അമ്മയെ കൊണ്ടിട്ട് അമ്മാന്റെ അമ്മായിന്ന് വിളിക്കണോ അതോ ചേച്ചിന്ന് വിളിക്കണോ? ചേച്ചിന്ന് വിളിച്ചാ മതി. അല്ലേലും ചേച്ചിയെ കണ്ടിട്ട് അമ്മായിന്നൊന്നും വിളിക്കാൻ തോന്നില്ല. എന്താ ഇയാളുടെ പേര്? പക്ഷേ മുത്തശ്ശിയെ ഓർത്തിരുന്നെങ്കിൽ നീ ഈ വൃത്തികേട് ചെയ്യില്ലായിരുന്നു. അമ്മ കല്യാണം കഴിക്കണ ഒരു വൃത്തികേടാണോ? പിന്നെ കല്യാണം ലക്ഷ്മി, ഈശ്വര ഓരോന്നോരോന്നായി പുറത്തേക്ക് उसके पापा आने വന്നു. वाले. आगे. अब इसके पापा डरता है अपने पापा से। ഇടിയിലുകാരൻ വരുന്നെങ്കിൽ തേങ്ങ വീടിന്റെ പുറകെ മുറ്റത്തിടാൻ പറഞ്ഞാൽ മതി. वो तो देख भी नहीं उसकी तरफ. കുറവാന്നാ തോന്നുന്നു. कुछ हुआ था इनके बीच में क्या? കുറച്ചേരായി. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മുംബൈയില് മഴയൊക്കെ ഉണ്ടോ? ഞാനൊരു കല്യാണം കഴിച്ചു. बता दिया अपने पापा को. Very good. ചോദിക്കുന്നേ. ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട്. വെച്ച് നോക്ക്, പ്രയോജനമൊന്നും കാണത്തില്ല. എന്നാലും നിക്കട്ടെ. ഈ കോലം ये इसकी ग्रैंडमदर है ना शायद. മനോങ്ങള് വന്നിട്ടുണ്ട്. ഉവ്വ, കൂടെ ഒരു ഭാര്യയുണ്ട്. ओ इसने बता दिया. പറയും ചെയ്തു ഇവിടെ ചേച്ചിയുടെ സാരി അടിച്ചു. ശിവ ശിവ. सबको बता रहा हूँ. നേരൂട്ടിയാ. നീ കണ്ടുവോ? കണ്ടു. കാണാൻ ഇങ്ങനെയുണ്ട്. കാണാനൊരു ചന്തമൊക്കെ ഉണ്ട്. എന്നോട് മിണ്ടണ്ട. നിന്റെ എല്ലാ തോന്നിയാസനും കൂട്ടുന്ന ഞങ്ങളോട് തന്നെ നീ ഇത് കാണിക്കണം. നിന്റെ അച്ഛൻ പറയും. 2 കൊല്ലം മുമ്പ് നിങ്ങൾ രണ്ടാളും കൂടി എന്നെ പിടിച്ച് കെട്ടിക്കാൻ നോക്കിയതല്ലേ? അതുപോലെയാണോടാ ഇത്? സ്വന്തം വീട്ടുകാരെ ഒന്നും അറിയിക്കാതെ നിന്റെ ഈ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടേ ഇനി തിരിച്ചു വരൂ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്?
എന്നിട്ടിപ്പോ ഹൈ उसके डैड आ गया. ആ തേങ്ങ ഇട്ട് കഴിഞ്ഞു. ആ 4 മണിക്ക് മുമ്പേ തീർന്നു. ദാ കൂട്ടിയിട്ടിരിക്കുന്നു. കായ്ഫലം കുറവാ. ഗുണം എന്റെ ജോലിക്കാ. ചിലരൊക്കെ കാരണം എന്റെ 7-8 വർഷമാണ് നഷ്ടമായത്. അതുകൊണ്ട് बता दिया ധാരണയുണ്ട്. ഞാനൊരു എടുത്താട്ടക്കാരനും പക്വതയില്ലാത്ത कैसे चिल्ला चिल्ला के बोल रहा था कि उसके पापा को सुनने. പറഞ്ഞോണ്ട് മാത്രം വെറുതെ വിടുക. അപ്പൊ മുത്തശ്ശി 1 മാസത്തിനുള്ളിൽ വെറും സീ ലെവൽ എംപ്ലോയി ആയി of America. सब चीज बता दीजिए. Hi, grandma. Mama. Let's have fun. I don't care about അമേരിക്കയ്ക്ക് കൊണ്ടുപോകും. അവിടെ സ്വർഗല്ലേ. നമ്മൾ അവിടെ ജീവിക്കും. വേഗം ഡോക്ടറെ കാണിക്കണമെന്നല്ല ലാംഗ്വേജ് അത് കൺട്രിമാൻ. അച്ഛനാണ് പറഞ്ഞത് ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കണത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. Too bad. വിദേശത്തേക്ക് പോവാനാ. ഡാ ഞങ്ങളൊക്കെ കല്യാണം കഴിക്കുന്നതേ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവാനാ. അല്ലാതെ ഇങ്ങനെ. എന്റെ അമ്മ നായർ തറവാട്ടിൽ ജനിച്ച പെണ്ണാണ് പ്രിയ. വിദ്യാസമ്പന്നരായ അച്ഛനും അമ്മയും. 2 പേരും ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നു. എന്റെ അമ്മ പ്രിയ ജനിച്ചത് കേരളത്തിലാ. 10-12 വയസ്സ് വരെ പഠിച്ചത് ഇവിടെയാ. അതിനുശേഷമാണ് അവർ ആ കുട്ടിക്ക് ഓസ്ട്രേലിയയിൽ പശുക്കറവായിരുന്നു ജോലി. ഒരു തമാശക്കാരി കോമഡി. അല്ലാതെ ഇവിടെ ചിലരെ പോലെ മുഖം വീർപ്പിച്ച് മസിലും പേർപ്പിച്ച് എവിടുന്നോ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടും ആ മനുഷ്യൻ നിന്നെ ഇറക്കി വിടാത്ത. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ട 8 വർഷം. മിണ്ടരുത്. ആ നീ തന്നെ അത് പറയണം മോനെ. നീ വിളിച്ചുകൊണ്ടുവന്ന ആ പെൺകുട്ടിയെ ആര് സ്വീകരിച്ചില്ലെങ്കിലും നിന്റെ അമ്മ സ്വീകരിക്കും. 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ച് നടന്ന് നീ മറന്നിട്ടില്ലെങ്കിൽ നിനക്ക് നിന്റെ അമ്മയുടെ ദുഃഖം മനസ്സിലാവും. सबको दुखी कर दिया. पास्ट का सोच रहा है ना. പണ്ട് പറ്റിച്ച ഓർമ്മയുണ്ടാവും അല്ലേ? जब पहले जॉब का अपॉइंटमेंट जो आया उसका था. अपॉइंटमेंट लेटर. ഈ വരുന്ന 22-ാം തീയതി മുംബൈയിൽ ജോയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുംബൈയിലോ? നിന്റെ അച്ഛൻ അന്നാ വടക്കേക്കളത്തിലെ തോമച്ചന്റെ മകളുടെ കല്യാണമുണ്ട്. എനിക്ക് പകരം നീ ഒന്ന് പോണം. അച്ഛനെ വിളിച്ച കല്യാണത്തിന് ഞാൻ എന്തിനു പോണം? इसके डैड ने जाने से मना किया था. उसकी शादी की तैयारी कर रहे थे वो. എന്തിന്? എനിക്കൊരു പണി കിട്ടി. നിനക്കല്ല, നീ ജനിച്ചപ്പോ മുതൽ എനിക്കാ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ അതല്ല, ബോംബെയിൽ എനിക്കൊരു ജോലി കിട്ടിയെന്ന്. अच्छा वो चाहते ना ये खेती करे. ഈ ബിസിനസ് ഒക്കെ നോക്കി നടത്താനാണെങ്കിൽ പിന്നെ ഞാൻ ഇതിനെ കഷ്ടപ്പെട്ട് എഞ്ചിനീയറിംഗ് പഠിച്ച്. അത് നിനക്ക് എഞ്ചിനീയറിംഗിന് പഠിക്കണമെന്ന് പറഞ്ഞപ്പോ വിട്ടു. എഞ്ചിനീയറിംഗ് പഠിച്ച എത്രയോ പേര് കൃഷി. ഇവിടുത്തെ ശമ്പളത്തിന് ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിക്കാൻ തികയില്ല. നീ സിഗരറ്റ് അവന് ജോലിയോടെ താല്പര്യം. സ്വർഗമാണെന്ന് അവന്റെ വിചാരം. അതിനൊരു മാർഗം മാത്രമാണ് ഈ ജോലി. അതെ, എനിക്ക് പുറത്ത് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. काफी बहस हो गई थी दोनों के बीच. तभी तो उसके पापा इंटरफेयर नहीं करते. ये कुछ भी करे. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നന്നായി വരും. എനിക്ക് പ്രതീക്ഷയില്ല. ഇവന്റെ സന്തോഷമാണ് എനിക്ക് വലുത്. ശരി. ഇല്ലമ്മേ, അതോർത്ത് അമ്മ വിഷമിക്കണ്ട. ഈ അച്ഛന്റെ മോൻ തന്നെ ഞാനും. എനിക്കുണ്ട് വാശിയും അഭിമാനമൊക്കെ. अच्छा ये बोला था उसने. ऐसे गुड स्टेटस के साथ आया हुआ. ഇങ്ങനെ ഒരു തിരിച്ചുവരവ് ഞാൻ ആഗ്രഹിച്ചു. उसको बता रहा हूँ. അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് വന്നതല്ലോ. खाने पीने आए ना. മോൻ പോയി അവരെ വിളിച്ചോണ്ട് വന്നു. അതെ, उसकी माँ ही बुला देती खाने के लिए. उसकी मम्मी नाराज है ना उससे. वो क्या जिक्र है उसकी दादी. താങ്ക് യു. മുത്തശ്ശി,
അതെ കണ്ടാ തോന്നൂലേ? खुश हो गया। वो बात खुद ही कहने लग गया। ചാടി വീണത്. കുട്ടിയുടെ പേരൻസ് ഇവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓ ഓക്കെ താങ്ക് യു. ചേച്ചി എപ്പോഴും സ്പൂൺ ഉപയോഗിച്ചാ കഴിക്കുന്നേ? ആക്ച്വലി നിങ്ങളുടെ ലവ് എപ്പോഴാ തുടങ്ങിയത്? लड़कियों के साथ अफेयर था ना शायद। പട്ടി കടിച്ചു. हैं? सितारे क्यों कर रही? कैसे खा रही हो? ऐसे तो खाते हाथ से, ज्यादा ही कुछ हो कर रही। सब ऐसे तो खाते चाट के। नहीं वो ऐसे कैसे कर रही थी? हाँ ऐसे मिस कर रही थी। उसका मूड खराब हो गया। वो तो और ज्यादा कर रहा। जानबूझ के कर रहा क्या उसको परेशान करने के लिए। वो देखो तुम बंद ही नहीं कर रहा। कितना अच्छा घर है ना उनका। അതെ എവിടെ കിടക്കണേ? എന്നോട് ഇവിടെ കിടക്കാനാ പറഞ്ഞു. ആരി ഇയാളുടെ बेड तो उसका है। ഇറങ്ങി താഴെ കിടന്നേ. താഴെ കിടക്കാനോ? ഞാനോ? ഐ എം യുവർ ബോസ്, അത് മറക്കണ്ട. ഹലോ അതൊക്കെ അങ്ങ് ഓഫീസില്. बॉस എന്നിട്ട് അന്തസ്സായിട്ട് കിടക്കണ. क्या करेगा? ഇതിനു വേണ്ടിയാണല്ലേ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. നിന്റെ ഓരോ ഉദ്ദേശവും എന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. ഇഫ് യു ടച്ച് വേണമെങ്കിൽ ഇതെടുത്ത് താഴെ വിരിച്ചു आराम से सो जाएगा। പോയി കിടക്കും മാഡം. अब जाना ही पड़ेगा उसे। कहाँ सोएगी लेकिन नीचे जमीन नीचे तो कह रहा था वो। മുറ്റത്തൊരു മൈ ബോസ്. സന്തോഷകരമായ കിടക്കാനും ഇരിക്കാനും തലകുത്തി മറിയാനുമുള്ള വേള സന്തോഷകരമാക്കാൻ. देख ले। എന്താടാ എവിടുത്തെ മര്യാദ ഇത്? വാതിൽ മുട്ടാതാണ് കേറി വരുന്നത്. पढ़ाई करता था ये। देख तो लिया उसने। ഭർത്താവ് കട്ടില്ല. वही चीज सोच रहा है। നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. ഞാനിപ്പോ എല്ലാരും വിളിച്ച് പറയാൻ പോവാ. കണ്ട അവൻ പതർന്നണ്ട.